ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് നിങ്ങൾ കുറച്ച് കാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ്. ഇന്ത്യൻ സെൻസസ്. നമുക്കറിയാം, ഈ അടുത്താണ് നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം കാര്യമായിട്ട് നടന്ന സംസാരങ്ങളിലൊന്നായിരുന്നു എപ്പോഴായിരിക്കും ഇനി സെൻസസ് നടക്കുക. കാരണം സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഡേറ്റ നമുക്ക് തരുന്ന ഒരു പ്രോസസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇറ്റ്സ് എ വെരി വൈറ്റൽ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഈ അടുത്തായിട്ട് ന്യൂസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്തായിട്ട് നടക്കുന്ന പലവിധ എക്സാമുകളിലും സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സെൻസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാനായിട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്? ഇന്ത്യൻ സെൻസസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം കൂട്ടുകാർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ എന്താണ് സെൻസസിൻ്റെ ഹിസ്റ്ററി, സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2011 അവസാനമായി സെൻസസ് നടന്നത്. ആ 2011 ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും വരാറുണ്ട്. ഇവയെല്ലാം കൂടിച്ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അധികം വൈകിക്കാതെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ അടുത്തായിട്ട് വന്ന ഒരു റിപ്പോർട്ട് കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നിങ്ങൾ കൂട്ടുകാർ ആവശ്യപ്പെട്ട ക്ലാസ്സുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ് ആയിരുന്നു ഇൻഡൈസസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ. ഇൻഡൈസസും ഉണ്ട്, അവ പുറത്തിറക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇതിനെ സംബന്ധിച്ചൊരു ക്ലാസ്സും വേണമെന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നു. അതും നമ്മൾ ഉടനെ തന്നെ കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ടുണ്ട്. വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് ആരാണ് പുറത്തിറക്കുന്നത്? UN പോപ്പുലേഷൻ ഫണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. എന്താണ് റിപ്പോർട്ടിൻ്റെ പേര്? വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട്. ഈ വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് 2024 പ്രകാരം UN പോപ്പുലേഷൻ ഫണ്ടിൻ്റെ വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് 2024 പ്രകാരം ഇന്ത്യ എന്ത് ചെയ്തു, ചൈനയെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ മറികടന്നു. ഇന്ത്യ 1.44 ബില്യൺ ആളുകളുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും ചൈന 1.425 ബില്യൺ ആയിട്ടുള്ള രാജ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്, തുടരുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഇതിനിടയിൽ എന്ത് ചെയ്യുകയുണ്ടായി, ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ഏജ് എങ്ങനെയാണ് എന്ന കാര്യം കൂടി അവർ സൂചിപ്പിച്ചു. നോക്കൂ, നമ്മൾ എന്തിനാണ് പോപ്പുലേഷൻ കണക്കിലാക്കുന്നത് കൂട്ടുകാരെ? വെറുതെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാം അല്ലേ, ലേബർ ഫോഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്താണ് ലേബർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്യാൻ റെഡിയായിരിക്കുന്നതും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ആളുകളാണ് ഇത് ലേബർ ഫോഴ്സിൽ വരുന്നത് അല്ലേ. ഈ ലേബർ ഫോഴ്സിൽ നിന്നും ജോലി കിട്ടിയിട്ടുള്ള ആളുകൾ ആണ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. ജോലി ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, പക്ഷേ ജോലി കിട്ടാത്ത ആളുകളുണ്ടാവും. അവരായിരിക്കും ആര്? അൺഎംപ്ലോയിഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ഈ എംപ്ലോയിഡ് അൺഎംപ്ലോയിഡ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ അധികവും ഏതാണ്ട് ഒരു ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു ഏജ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വർക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ ആരെയൊക്കെ പറ്റും എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഏതാണ്ട് 15 to 64 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എക്കണോമിയിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന ഏജ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15 മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളൊക്കെയാണ്. ഈ ഒരു വയസ്സിൻ്റെ ഉള്ള ആളുകളാണ് 68% എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് പോപ്പുലേഷനിൽ കൂടുതലായിട്ട് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡിലാണ് എന്ന് പറയും. ഡെമോഗ്രാഫി എന്ന് വെച്ചാൽ എന്താണ്? ഈ ജനസംഖ്യയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഡെമോഗ്രാഫിക് എന്ന തലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അത് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഡൻഡ് എന്ന് വെച്ചാൽ നമുക്കൊരു എന്താണ്, ഒരു ലാഭത്തിൻ്റെ പോർഷൻ എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് ഇത് ഏത് രീതിയിലാണ്? ഡിവിഡൻഡ് എന്നതിനെ നിങ്ങൾ ഇങ്ങനെ കണക്കാക്കിയാൽ മതി. എന്താണ്? പോസിറ്റീവ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചാൽ മതി. എന്താണ് പോസിറ്റീവ്? ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ എന്താണ്? പോപ്പുലേഷൻ എന്ന അർത്ഥം എഴുതാം. അതിൻ്റെ സ്ട്രെയിറ്റ് മീനിങ് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇപ്പോൾ നമുക്കൊരു പോസിറ്റീവ് സൈനാണ് തരുന്നത് എന്നാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പാണ് 68% ഇപ്പോൾ നിലവിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ബാക്കിയുള്ള വെളിയിലുള്ള ആളുകളെ കൂടി, അതായത് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളെ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ വർക്കിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് കൊണ്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജപ്പാൻ പോലെയുള്ള പല രാജ്യങ്ങൾ നോക്കുക, നിങ്ങൾ ജപ്പാൻ നോക്കുക, വളരെ വികസിച്ചിട്ട് വരുന്ന എന്താ പറയുക കാനഡയും അങ്ങനെയുള്ള പല രാജ്യങ്ങളും, യൂറോപ്പിലെ പല രാജ്യങ്ങളും, ഇറ്റലി ആവട്ടെ, ജർമ്മനി ആകട്ടെ, ഇവരെല്ലാവരും എങ്ങനെയാ അറിയോ? ഇവരുടെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് അവിടെ കൂടുതൽ. അതുകൊണ്ടാണ് ഈ പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നത്? പുറത്ത് നിന്നുള്ള ആളുകളെ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ കാനഡയിലേക്കൊക്കെ കുറേ പേര് പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് കാനഡ ചെയ്യുന്നത്? അവിടെ വർക്കിംഗ് പോപ്പുലേഷൻ, വർക്കിംഗ് ഏജിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ ആളുകൾ വേണം, അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമി താഴത്തേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യ പക്ഷേ 68% ആളുകൾ ഈ വർക്കിംഗ് ഏജിലാണ്, എംപ്ലോയബിൾ ഏജിലാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? പക്ഷേ ഇത് എല്ലാ കാലം തുടരുമോ? ഇല്ല. ഏതാണ്ട് ഒരു 2000, ഞാനൊരു ഏകദേശം പറയുകയാണ്, 2050, 2047 ഏതാണ്ട് ശരിക്കുമുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്. 2050 കൂടി എന്ത് ചെയ്യും? ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ട്രെൻഡിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് എപ്പോഴുള്ള കണക്കുകളാണ് കൂട്ടുകാരെ ഞാൻ ഈ പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് 2024 എടുത്തിട്ടുള്ള ഒരു കണക്ക് പ്രകാരമാണ്. പക്ഷേ നമ്മുടെ രാജ്യം, നമ്മുടെ ഓരോ രാജ്യത്തെ വീടുകളിലും കയറി ഇറങ്ങി നമ്മുടെ എടുക്കാറുണ്ട്? എണ്ണമെടുക്കാറുണ്ട്. അതാണ് സെൻസസ് അല്ലേ? അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു തരാം കൂട്ടുകാർക്ക്. 2011 അവസാനം സെൻസസ് നടന്നത്. ഈ 2011 സെൻസസ് പ്രകാരം 1.21 ബില്യൺ ആണ് നമ്മുടെ ജനസംഖ്യ. അപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അവസാനം നമ്മളെടുത്ത ഡേറ്റ പ്രകാരം നമ്മുടെ ജനസംഖ്യ 1.21 ബില്യൺ ആണ്. പക്ഷേ ഇതിവിടെ തന്നെ നിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്ട് 1.44 ബില്യൺ തന്നെയാണ് നമ്മുടെ നിലവിലുള്ള ജനസംഖ്യ. ഇത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഒഫീഷ്യൽ നമ്മൾ അവസാനമായി നമ്മുടെ രാജ്യം എണ്ണമെടുക്കുന്നത് 2011 എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ നമ്മൾ? അടുത്ത ഭാഗം എന്ത് ചെയ്യുക കൂട്ടുകാരെ? ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കൂ. ഇനി ആദ്യമായിട്ട് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഒരു സെൻസസ്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത് 1872 ഈ സമയത്ത് ആരുടെ കാലഘട്ടമാണെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആരുടെ കാലഘട്ടമാണ്? ലോർഡ് മായോയുടെ സമയമാണ്. ആരാണ്? ലോർഡ് മായോയുടെ സമയത്ത് 1872 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു സെൻസസ് നടക്കുന്നത്. പക്ഷേ ഇത് ഇത് ആദ്യത്തെ ഒഫീഷ്യൽ, അല്ലെങ്കിൽ എന്താ അറിയോ, മറ്റൊരു വാക്ക് പറയുന്നത് എന്താ അറിയോ കൂട്ടുകാർക്ക്? ഈ വാക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ സിങ്ക്രണൈസ്ഡ് സെൻസസ്, അല്ലെങ്കിൽ എന്ത് പറയും? ഒഫീഷ്യൽ സെൻസസ്. ആദ്യത്തെ സിങ്ക്രണൈസ്ഡ് അല്ലെങ്കിൽ ഒഫീഷ്യൽ സെൻസസ് നടക്കുന്നത് 1881 ഈ സമയത്ത് ആരായിരുന്നു നമ്മളുടെ വൈസ്രോയ് ഉണ്ടായിരുന്നത്? ലോർഡ് റിപ്പൺ ആയിരുന്നു. ആരായിരുന്നു? ലോർഡ് റിപ്പൺ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലോർഡ് റിപ്പണെ ആലോചിക്കുക, ലോർഡ് മായോനെയും ആലോചിക്കുക. പക്ഷേ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 1872 ലോർഡ് മായോ. പക്ഷേ ആദ്യത്തെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള സെൻസസ് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്നത് 1881 ഈ സമയത്ത് നമ്മുടെ വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് റിപ്പൺ ആയിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം കൂട്ടുകാരെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാ സെൻസസുകൾക്കും അതിൻ്റെ ഏറ്റവും എന്താ പറയുക, മുകളിലായിട്ട് ഒരാളുണ്ടാകും. ആരായിരിക്കും അറിയത്? ആ സെൻസസ് നടത്തുന്ന ഒരു കമ്മീഷണർ ആയിരിക്കും. ആരായിരിക്കും? ആ സെൻസസ് നടത്തുന്ന ഒരു കമ്മീഷണർ ഉണ്ടാകും. ഈ സമയത്ത് 1881 ഈ കമ്മീഷണർ WC പ്ലൗഡൻ ആയിരുന്നു. ആരായിരുന്നു? WC
പ്ലൗഡനായിരുന്നു. ഇനി 1872 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും 1881 സെൻസസ് ഒഫീഷ്യലി നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയൊന്നുമല്ല ആദ്യമായിട്ട് സെൻസസ് നടത്തുന്നത്. ഏതാണ്ട് കൃത്യമായിട്ട് ആദ്യമായിട്ട് സെൻസസ് നടത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് 1749 ആരായിരുന്നു? സ്വീഡനായിരുന്നു. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് 1749 സ്വീഡനാണ് ശരിക്കും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സെൻസസ് നടത്തുന്നത് എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി 2021 നമ്മളുടെ എന്ത് നടക്കണമായിരുന്നു? ആക്ച്വലി എന്ത് നടക്കണമായിരുന്നു? സെൻസസ് നടക്കണമായിരുന്നു. പക്ഷേ ഡ്യൂ ടു കോവിഡ് എന്ത് നടത്താൻ പറ്റിയില്ല? സെൻസസ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നത്? സെൻസസിൻ്റെ കാര്യം ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ കാര്യം എന്ത് ചെയ്യുക? കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ നോക്കുക. ഇനി സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1948 എന്ന് പറയുന്ന ആക്ടിലൂടെയാണ്, ആക്ട് ആരാ പുറത്തിറക്കുക? പാർലമെൻറ്റ് അല്ലേ? ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകൾ നിലവിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ ആക്ടിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലാകട്ടെ ദർ ഈസ് നോ പെർട്ടിക്കുലർ ടൈം പീരിയഡ് ദാറ്റ് ഹാസ് ബീൻ മെൻഷൻഡ്. അപ്പോൾ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണ് സെൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 82 ഉണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 82 ഉണ്ട്. ആർട്ടിക്കിൾ 82 എന്താ പറയുന്നത് കൂട്ടുകാർക്ക്? പാർലമെൻറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡീലിമിറ്റേഷൻ ആക്ട് എല്ലാ സെൻസസുകൾക്കും അപ്പുറം കൊണ്ടുവരണം. ഡീലിമിറ്റേഷൻ എന്താണ് നമ്മൾ പറയുന്നതായിരിക്കും. പാർലമെൻറ്റ് എന്ത് ചെയ്യണം? ഡീലിമിറ്റേഷൻ ആക്ട് കൊണ്ടുവരേണ്ടതുണ്ട് എല്ലാ സെൻസസുകൾക്കും അപ്പുറം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 170 പോവുകയാണെങ്കിൽ ഇത് എന്തിനെക്കുറിച്ച് കാണാം നമുക്ക്? സ്റ്റേറ്റ്സിലും ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? പക്ഷേ ഒരു ഇത്ര ടൈം പീരീഡിൻ്റെ ഉള്ളിലാണ് എന്ത് നടത്തേണ്ടതുള്ളത്? സെൻസസ് നടത്തേണ്ടതുള്ളത് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തരും. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ 10 വർഷം കൂടുമ്പോൾ എന്ത് നടത്തണം? സെൻസസ് നടത്തണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈം പീരീഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല, ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല എന്ന് കൂട്ടുകാരെ പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് ആലോചിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോകാം. ഒരു സെൻസസ് നടക്കുമ്പോൾ അവിടുത്തെ ഹയസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആയിരിക്കും. ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആണ് എന്ത് ചെയ്യുന്നത്? സെൻസസ് കമ്മീഷണറാണ് എന്ത് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അടിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എന്ത് നടത്തുന്നത്? സെൻസസ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ, ഈ ഓഫീസാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അടിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എന്ത് നടത്തുന്നത്? സെൻസസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പേഴ്സ്പെക്റ്റീവുകൾ കണ്ടു. ആദ്യത്തെ കമ്മീഷണർ WC പ്ലൗഡൻ ആണ് നമ്മൾ കണ്ടു. നമ്മൾ ലോർഡ് റിപ്പണെക്കുറിച്ച് നമ്മൾ കണ്ടു. ലോർഡ് മായോനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടു. വർഷങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുകയുണ്ടായി? നമ്മൾ കാണുകയുണ്ടായി. ഇനി കോവിഡ് കാരണം 2021 നടന്നിട്ടുണ്ടായിരുന്നില്ല. സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 ആണ് എന്ത് ചെയ്യുന്നത്? ഈ സെൻസസുകളെ എല്ലാം എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിൽ എന്തില്ല നമുക്ക്? ഭരണഘടനയിലാകട്ടെ ആക്ടിലാകട്ടെ ദർ ഈസ് നോ ടൈം പീരിയഡ് മെൻഷൻ. 10 വർഷം കൂടുമ്പോൾ നടത്തിയിരിക്കണം എന്ന ഒരു എന്ത് കാണുന്നില്ല? ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി ആരാണ് സെൻസസ് നടത്തുന്നത്? ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. കാരണം എന്താ അറിയോ? പലപ്പോഴും എന്ത് തരും? ഏത് മിനിസ്ട്രിയുടെ അടിയിലാണിത് നടക്കുന്നത് ചോദിച്ചിട്ട് ഏത് തരും? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ തരും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുന്ന ഉടനെ എന്ത് ചെയ്യും? ചാടി വീഴും അതിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ആരാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അടിയിലാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം പ്രത്യേകം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ? ഇനി പോപ്പുലേഷൻ സെൻസസ് അഥവാ സെൻസസ്. എന്താണ് ഈ സെൻസസ് എന്ന് പറയുന്നത്? നോക്കൂ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, കമ്പൈലിംഗ് ആൻഡ് അനലൈസിങ് ആൻഡ് ഡിസെമിനേറ്റിംഗ് ഏതൊക്കെ കാര്യങ്ങൾ? ഡെമോഗ്രാഫിക് അല്ലേ, ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള
അല്ലേ, ജനങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടുള്ള ഡെമോഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള, എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള, സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്തരം ഡേറ്റകൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യണം, കമ്പൈൽ ചെയ്യണം, അനലൈസ് ചെയ്യണം, എന്നിട്ട് ഡിസിമിനേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പോയിട്ട് കളക്ട് ചെയ്ത് കയ്യിലേക്ക് ആക്കേണ്ടതുണ്ട്, അത് കമ്പൈൽ ചെയ്ത് ഓർഡർ ആക്കേണ്ടതുണ്ട്, അത് അനലൈസ് ചെയ്ത് എന്താണ് നിലവിലുള്ള സ്ഥിതി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നിട്ട് ആ ഇൻഫർമേഷൻ ഡിസെമിനേറ്റ് ചെയ്ത ആളുകളിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഏതൊക്കെ ഡേറ്റകൾ? ഡെമോഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും? അതിൽ വരും. പെർട്ടൈനിങ് ദീസ് ഡേറ്റ പെർട്ടൈനിങ് അറ്റ് എ സ്പെസിഫിക് ടൈം. അതൊരു പർട്ടിക്കുലർ ടൈമിലാണ്, അല്ലേ? 1970 എടുത്തിട്ടുള്ള എന്താ പറയുക ഡേറ്റ കൊണ്ട് നമുക്ക് 2050 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിലേതാണതെന്ന് പ്രത്യേകം അതിൽ പറയണം. ഓഫ് ഓൾ പേഴ്സൺസ്. ഇത് കണ്ടോ നിങ്ങൾ കൂട്ടുകാരെ? ഓഫ് ഓൾ പേഴ്സൺസ് ഇൻ എ കൺട്രി ഓർ എ വെൽ ഡിഫൈൻഡ് പാർട്ട് ഓഫ് എ കൺട്രി. അതായത് മൊത്തം രാജ്യത്തിൽ ഒന്നാകെയുള്ള ഓൾ പേഴ്സൺസ്. അതായത് എണ്ണം എടുക്കുമ്പോൾ നമ്മുടെ പൗരന്മാരുടെ എണ്ണം മാത്രമല്ല അതിലെടുക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിൽ ആരെല്ലാം റിസൈഡ് ചെയ്യുന്നുവോ ഉണ്ടോ, ആരൊക്കെ രാജ്യത്തുണ്ടോ അവരുടെ എല്ലാവരുടെയും എണ്ണം ഇതിലേക്ക് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വി യൂഷ്വലി യൂസ് ദിസ് ടു മെഷർ ദ പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ് ഡെക്കേഡ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം പ്രോഗ്രസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഒരു മെഷർമെൻ്റ് ആയിട്ടാണ് നമ്മൾ സെൻസസ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യം വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം വരികയായി, എങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കാര്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഡേറ്റ മുഴുവൻ നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്ന ചോദ്യം അപ്പോൾ വരികയായി. എങ്ങനെയാണ്? നോക്കൂ, 2 പ്രോസസ്സുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രോസസ്സാണ് ഹൗസ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഹൗസ് സെൻസസ് എന്ന് നമ്മൾ വിളിക്കുന്നു. രണ്ടാമത്തേത് പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയും. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? 2011 അവസാനം നടന്ന എന്താ പറയുക നമ്മുടെ സെൻസസ് ഉണ്ടായിരുന്നല്ലേ കൂട്ടുകാരെ? അത് തുടങ്ങിയതെന്ന് അറിയോ കൂട്ടുകാർക്ക്? അത് തുടങ്ങിയത് ഫസ്റ്റ് ഏപ്രിൽ 2010 എന്ത് തുടങ്ങുന്നത്? ഈ ഹൗസ് ലിസ്റ്റിംഗ്, ഹൗസ് സെൻസസോട് കൂടിയിട്ട് ഈ ഡേറ്റിലാണ് കഴിഞ്ഞ സെൻസസ് ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് തുടങ്ങി എന്ത് ചെയ്യും? ആദ്യം ഹൗസ് ലിസ്റ്റിംഗ് ആണ്. എന്താണ് ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ? നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, ഭാരതത്തിലുള്ള ഓൾ ദ ബിൽഡിങ്സ്, ബോത്ത് പെർമനൻറ്റ് ആസ് വെൽ ആസ് ടെമ്പററി, താൽക്കാലികമാകട്ടെ പെർമനൻ്റ് ആകട്ടെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളുടെയും അത് ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ്, പക്കാ ആണോ, കച്ച ടൈപ്പാണോ, അതിൽ അമെനിറ്റീസ്, അസറ്റുകൾ, ഇതിൻ്റെ മൊത്തത്തിലൊരു ലിസ്റ്റ് എടുക്കലാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അതിനുശേഷം എന്തിലേക്ക് വരും? ജനങ്ങളിലേക്ക്, പോപ്പുലേഷനിലേക്ക് വരും. എന്നിട്ടാണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ നടക്കുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? എന്യൂമറേഷൻ എന്ന് വെച്ചാൽ എന്താ അറിയോ? നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടാവുന്ന അറിയില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും 2 പേരും ടീച്ചർമാരായിരുന്നു. കഴിഞ്ഞ സെൻസസിൻ്റെ സമയത്ത് അവർ 2 പേരും വർക്കിംഗ് ആയിരുന്നു. ആ സമയത്ത് ഇവർ 2 പേരും എന്ത് ചെയ്യും? അവർക്ക് ഇത്ര വീടുകൾ, ഒരു ഏരിയ അവർക്ക് കൊടുക്കും. മനസ്സിലാവുണ്ട്? ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ ഓരോ വീടുകളിലും ഇവർ പോവും. ആ വീടുകളിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്, അവരുടെ വയസ്സ്, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? അവർ ചോദിച്ച് അവരാണ് ഇത് എന്യൂമറേഷൻ നടത്തുക എന്ന് വെച്ചാൽ അതാണ് ആ പോപ്പുലേഷൻ്റെ എന്യൂമറേഷൻ നടത്തുക. ദാറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽസ് റിസൈഡിങ് ഇൻ ദീസ് ബിൽഡിങ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മൊത്തം കണക്കെടുത്തൽ ഇതിലൊക്കെയുള്ള ഇൻഡിവിജ്വൽസ് റിസൈഡിങ്. മനസ്സിലാവുണ്ടോ? റിസൈഡ് ചെയ്യുക, റിസൈഡിങ്. ബോത്ത് ഓഫ് ദ ഡേറ്റ ഓഫ് ബോത്ത് നാഷണൽസ് ആൻഡ് അതേഴ്സ്. നമ്മളുടെ പൗരന്മാരുടെ ആവട്ടെ, നാഷണൽസ് ആവട്ടെ, നാഷണാലിറ്റി, നമ്മുടെ നാഷണാലിറ്റി ഉള്ള നമ്മളുടെ സിറ്റിസൻ്റെ ആകട്ടെ, അല്ലാത്ത ആളുകളാകട്ടെ, അങ്ങനെ എല്ലാവരുടെയും ഡേറ്റ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കും. കാരണം ഇവരെല്ലാവരും നമ്മുടെ റിസോഴ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അല്ലേ? ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്ന എല്ലാവരും ഇന്ത്യയുടെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെ എണ്ണം നമുക്ക് കിട്ടേണ്ടതില്ലേ? ഇങ്ങനെയുള്ള 2 സ്റ്റെപ്പുകളിലൂടെയാണ് സെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നടപ്പിലാക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? വളരെ കൃത്യമായിട്ട് അത് ആലോചിക്കുമെന്ന് കരുതുന്നു. ഇനി സെൻസസ് 2011 നമുക്ക് എന്ത് ചെയ്യാം? ഇനി കടക്കാം. സെൻസസ് 2011 15ാമത് സെൻസസ് ആയിരുന്നു. എത്രാമത് സെൻസസ് ആയിരുന്നു? 15ാമത് സെൻസസ് ആയിരുന്നു. അതായത് 1881 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള 15ാമത് സെൻസസ് ആയിരുന്നു നമ്മുടെ 2011 സെൻസസ്. ഇനി ഇത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള എത്രാമത്തെ സെൻസസ് ആണ്? 7ാമത് സെൻസസ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെൻസസ് തുടങ്ങിയിട്ടുള്ള 15ാമത് സെൻസസ് ആയിരുന്നു.
ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ 7ാമത് സെൻസസുമായിരുന്നു. ഇനി എന്തായിരുന്നു കഴിഞ്ഞ സെൻസസിൻ്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ ഉത്തരം എഴുതുക. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നതായിരുന്നു കഴിഞ്ഞ സെൻസസിൻ്റെ മോട്ടോ, അതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി നമ്മൾ പറഞ്ഞില്ലേ ഇതിന് എന്താണ് ഒരു സെൻസസ് കമ്മീഷണർ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ സെൻസസിൻ്റെ 2011 സെൻസസിൻ്റെ കമ്മീഷണർ ആരായിരുന്നു? അത് സി ചന്ദ്രമൗലി ആയിരുന്നു. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? സി ചന്ദ്രമൗലി ആയിരുന്നു കഴിഞ്ഞ സെൻസസിൻ്റെ സെൻസസ് കമ്മീഷണർ. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? നമ്മുടെ സെൻസസ് 2011 15ാമത് സെൻസസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഇത് നോക്കുകയാണെങ്കിൽ 7th സെൻസസ് ആയിരുന്നു. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ, നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നതായിരുന്നു 2011 സെൻസസിൻ്റെ മോട്ടോ അഥവാ ആപ്തവാക്യം. സി ചന്ദ്രമൗലി ആയിരുന്നു നമ്മുടെ സെൻസസ് കമ്മീഷണർ. കൃത്യമാണല്ലോ? അടുത്ത ഭാഗം കൂട്ടുകാർ ശ്രദ്ധിക്കുക. നമുക്ക് മനസ്സിലായ ഈ സെൻസസിലൂടെ നമുക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ചില ഡേറ്റകളുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ? ഏറ്റവും ആദ്യം നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്താണ് കൂട്ടുകാരെ? പോപ്പുലേഷനാണ് അല്ലേ? പോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് എത്രയായിരുന്നു? 1210.19 മില്യൺ ആളുകൾ. മില്യൺ എന്ന് വെച്ചാൽ എന്താണ്? ദശലക്ഷം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ദശലക്ഷം എന്ന് വെച്ചാൽ എന്താണ്? 10 ലക്ഷം. 1210.19 ദശലക്ഷം ആളുകൾ. 10 ലക്ഷം, അതായത് 1210.19 ഇൻറ്റു 10 ലക്ഷം ചെയ്യണം. മനസ്സിലാവുണ്ടോ? 1210.19 മില്യൺ, 1210.19 ദശലക്ഷം ആളുകൾ അഥവാ 1.21 ബില്യൺ. 1.21 ബില്യൺ ആളുകൾ അല്ലേ? മില്യൺ ഇൻറ്റു എത്രയാണ്? 10.3 ആണ് ബില്യൺ വരിക അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ബൈ 10.3 ചെയ്യുമ്പോൾ, മില്യണിനെ ബൈ 10.3 ചെയ്യുമ്പോൾ നമുക്ക് ബില്യൺ കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. 3 അക്കം മാറിയിട്ട് 1.2 ആയി മാറിയത്. മനസ്സിലാവുന്നുണ്ട്? 1.21 ബില്യൺ. 1210.19 മില്യൺ അഥവാ 1.21 ബില്യൺ ആണ് നമ്മുടെ പോപ്പുലേഷൻ. ഓക്കെ ആണല്ലോ കൂട്ടുകാർക്ക്? ഇനി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അതായത് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തലേ ദിവസമാണ് നമ്മുടെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇന്ത്യൻ വേൾഡ് കപ്പ് ടീമിനൊരു സ്വീകരണം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഏതാണ് രാജ്യമെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഐസ്ലൻഡ് ആണോ അതോ സ്കോട്ട്ലൻഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു രാജ്യം പറഞ്ഞായിരുന്നു ആ മുംബൈയിൽ മൊത്തം കൂടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷനേക്കാളും 2-3 ഇരട്ടിയാണത്രേ. അവിടെ കൂടിയ ആളുകളുടെ മൊത്തം പോപ്പുലേഷൻ, അവിടെ കൂടിയ അവിടെ ആ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കും അവിടെ മൊത്തം വന്ന ആളുകളുടെ എണ്ണം പറയുകയാണ്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹ്യൂജ്. മനസ്സിലാവുന്നുണ്ട്? ഇറ്റ് ഈസ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ആ ഹ്യൂജിന് എല്ലാ അർത്ഥത്തിലും നിങ്ങളത് എടുക്കുക. 1.21 ബില്യൺ ആണ് നമ്മുടെ പോപ്പുലേഷൻ. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇപ്പോൾ അത് എത്രയായിട്ടുണ്ട്? അൺഒഫീഷ്യലി 1.44 ആയിട്ടുണ്ട്. അതായത് നമ്മൾ ലോകത്തിൻ്റെ മൊത്തം എണ്ണം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ 1/6, അതായത് ഒരു 6 പേരെ നിങ്ങൾ മൊത്തത്തിലെ ലോകത്തിലെ ആൾക്കാരൊക്കെ മിക്സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേതാണ്ട് 6 പേരെ കാണുമ്പോൾ അതിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പോപ്പുലേഷൻ നമ്മുടെ സ്ട്രെങ്ത്താണ്. ഇന്ത്യ എന്തുകൊണ്ട് വലിയ മാർക്കറ്റായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കരാർ ഒപ്പിടാൻ പോകുമ്പോൾ ലോകത്തിലെ രാജ്യങ്ങൾക്ക് നമ്മളോട് താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രൊഡക്ട്സ് എന്താണ്? വിറ്റഴിക്കാൻ പറ്റുന്ന വലിയൊരു വിപണിയാണ് ഇന്ത്യ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ഹ്യൂജ്. ഇപ്പോൾ നിങ്ങൾ ഈ അടുത്തായിട്ട് കണ്ടിട്ടില്ലേ കൂട്ടുകാരെ? യൂട്യൂബിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയോ വിദേശികൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? മലയാള സിനിമ, ഹിന്ദി സിനിമ, തെലുങ്ക് സിനിമയൊക്കെ കണ്ടിട്ട് വാവ് അടിപൊളി, ഒരു രക്ഷയില്ല, ഈ ബ്രില്യൻ്റ് എന്നൊക്കെ. ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് ബ്രില്യൻസ് ആണ് ഇവർ പറയുന്നത് നമുക്ക് തോന്നും. പക്ഷേ എന്താണ്, ആ വെള്ളക്കാർ വന്നിട്ട് നമ്മുടെ മൂവിയെ അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ട്. ആ സുഖം കൊണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. ആ വ്യൂവർഷിപ്പിനൊക്കെ അവർക്ക് പൈസയും പോവും. അപ്പോൾ ഇവരുടെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സുഖമാണ് ഇന്ത്യൻ ഫുഡ് എടുക്കുക അല്ലേ? ബട്ടർ ചിക്കൻ എടുക്കുക, അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ മുക്കുക, എന്നിട്ട് കഴിക്കുക, എന്നിട്ട് ഒരു രക്ഷയില്ല അവരെ നിലവിളിക്കുക. നമ്മളും തീയും കണ്ടുകൊണ്ടിരിക്കും അല്ലേ? ഇഡ്ഡലിയും ചമ്മന്തിയും കൂടി കഴിക്കുക, എന്നിട്ട് ഒരു രക്ഷയില്ല, ലോകത്ത് ഇതുപോലത്തെ ഫുഡേ ഇല്ല എന്ന് പറയുക. നമുക്ക് സന്തോഷമായി, നമ്മൾ അയാളുടെ അടുത്ത വീഡിയോയും കാണും. അപ്പോൾ ഈ പോപ്പുലേഷൻ ഈസ് ആൻ അസറ്റ്. ഈ പോപ്പുലേഷൻ എന്താണ്? യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ എന്താണ് യൂസ്ഫുള്ളായി മാറാൻ പോകുന്ന നമ്മുടെ പ്രത്യേകിച്ച് എന്താണ്
ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മൾ കണ്ടു അല്ലേ. അത് വർക്കിംഗ് ഏജ് പോപ്പുലേഷനിലുള്ള ഈ ഒരു പോപ്പുലേഷൻ നമുക്കൊരു അനുഗ്രഹമാണ്, പ്രൊവൈഡഡ് ഈ ആൾക്കാരെ നമ്മൾ സ്കിൽ ചെയ്ത് എംപ്ലോയബിൾ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് പിന്നെ ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്ററായിട്ട് മാറും. മനസ്സിലാവും. അതുകൊണ്ടാണ് സ്കിൽ ഇന്ത്യ ഒക്കെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രൊജക്റ്റുകളുമായിട്ട് ഗവൺമെൻറ്റുകൾ എല്ലാവരും കേരളത്തിലാണെങ്കിലും ഓരോ സംസ്ഥാനങ്ങൾ ഇറങ്ങാൻ കാരണം ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മളിപ്പോൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ 2050 ആകുമ്പോഴേക്കും എന്തായിരിക്കും, വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളിലേക്ക് പതുക്കെ ഇവരൊക്കെ മാറും. അപ്പോൾ ഇവരിപ്പോൾ ഓൾറെഡി സ്കിൽഡ് ആയിട്ട് അവർ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർ പഠിച്ചില്ലെങ്കിൽ എന്തായിട്ട് മാറും, ഈ എണ്ണം മുഴുവൻ, ഈ വലിയ എണ്ണം മുഴുവൻ എന്തായി മാറും, അവരെ മുഴുവൻ നോക്കേണ്ടത് എംപ്ലോയബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരായിട്ട് മാറും. അത് വലിയൊരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്ററിലേക്ക് പോകും. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആയിരിക്കില്ല. അപ്പോൾ DD എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മളുടെ ഈ പോപ്പുലേഷൻ 1.2 ബില്യൺ എന്ന് പറയുന്ന ഈ പോപ്പുലേഷൻ, അതിൽ മെയിൽസാണ് കൂടുതൽ. 51.54% ആളുകൾ ആണുങ്ങളാണ്, മെയിൽസാണ്. ഫീമെയിൽസ് 48.46% ആണ്. 2% ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, മനസ്സിലാക്കണം. കാരണം ബേസിക് ഡേറ്റയാണ്. ഇത് എണ്ണത്തിലേക്ക് എടുക്കുമ്പോൾ 623.7 മില്യണും 586.46 മില്യണുമായിട്ടും മാറും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ ഇപ്പോഴേ പറഞ്ഞു, നമ്മളത് എഗെയിൻ ചർച്ച ചെയ്യും ഓരോരോ സംസ്ഥാനങ്ങളായിട്ട്, എന്നാലും പറയുകയാണ്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നായതുകൊണ്ട് നമ്മളുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940 എന്താണ് 940? 940 ഫീമെയിൽസാണ് 1000 മെയിൽസിന് ഉള്ളത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് സെക്സ് റേഷ്യോ എങ്ങനെ മനസ്സിലാക്കുക? ഇത് അതിനും മുമ്പ് 933 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. ഏതാണ് നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ? നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് സ്റ്റെബിലൈസ് ആകണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് 2045 ആകുമെന്നായിരുന്നു. അത് 2045 ആയിരിക്കില്ല, 2070 കൂടിയിട്ടായിരിക്കും ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യുക, പോപ്പുലേഷൻ ചേഞ്ച് എന്ത് ചെയ്യുന്ന സ്റ്റെബിലിറ്റി കിട്ടുക. മനസ്സിലാവുണ്ടോ? അതായത് ജനനനിരക്കും മരണനിരക്കൊക്കെ തമ്മിൽ ഒന്ന് സ്റ്റെബിലൈസ് ആവുക എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, 2070 കൂടിയിട്ട്. അതായത് കറക്റ്റ് എന്താണ്, ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന തലത്തിൽ, റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു എണ്ണത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, അത് എത്തുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് എത്തുന്നത് എപ്പോഴായിരിക്കും, അത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണക്കാക്കണം. കാരണം എന്താണ്, അപ്പോഴാണ് നമുക്ക് ആ സ്റ്റെബിലൈസേഷൻ എപ്പോഴാണത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആവുക എന്ന കാര്യം എന്ത് ചെയ്യുക, നമുക്ക് അറിയുക. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും കൂടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഡേറ്റകളുണ്ട്. അതായത് സ്റ്റേറ്റ് വൈസ് ആയിട്ട് നമുക്ക് കിട്ടിയ ചില പ്രധാനപ്പെട്ട ഡേറ്റകളുണ്ട്. ഇവ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാരെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ എന്തുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടുകാർക്ക്, അതായത് നമുക്കൊരു റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഉണ്ട് കൂട്ടുകാരെ. എന്താണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്? റീപ്ലേസ്മെൻറ്റ് റേറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് റേറ്റ് അല്ല, റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയാം. എന്താണ് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി? എന്താ ഈ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഓൺ ആൻ ആവറേജ് എത്ര പ്രസവങ്ങൾ നടത്തും എന്നതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഞാനിത് കൃത്യമായി പറയാം, നിങ്ങൾ തന്നെ നോക്കണം കൃത്യമായിട്ട്. ഇത് അറൗണ്ട് 2.1 വേണമെന്നാണ് പറയുക. 2.1 എന്താണ് 2.1 എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് പറയുകയാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ എന്താണ് ഈ ഒരു 1.8 മുതൽ 2 എന്ന തലത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് കറക്റ്റായിട്ടുള്ളതിൻ്റെ എണ്ണം പറയാറുള്ളത്.
എനിക്ക് തോന്നുന്നു 2.1 അടുത്തൊക്കെയുള്ളൊരു ഡേറ്റയും പലരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡേറ്റ വിട്ടുള്ളൂ കേട്ടോ, ഞാൻ ഈ ഡേറ്റ പറയാനില്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്, ഈ ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി, ഈ റീപ്ലേസ്മെൻറ്റ് എന്താ പറയുക റേറ്റ്, റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചൈനയ്ക്കൊക്കെ പറ്റിയ പ്രശ്നം അതായിരുന്നു. ചൈന എന്ത് ചെയ്തു, എണ്ണം കൂടാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യും, ഒറ്റ കുട്ടിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോളിസി കൊണ്ടുവന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ അത് കുറേ വർഷം അത് തുടർന്നപ്പോൾ അവരുടെ പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ ഒന്ന് കൺട്രോളിലായി ഇപ്പോൾ ഏതാണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇനി വയസ്സായ ആളുകളുടെ എണ്ണം കൊണ്ട് ഭയങ്കരമായിട്ട് കൂടാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ചൈന എന്ത് ചെയ്യുകയാണ്, 2-3 കുട്ടികളൊക്കെ ആയിക്കോ, അങ്ങോട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്കും മൂന്നാമത്തെ കുട്ടിക്കും കുറച്ച് ഗവൺമെൻറ് സഹായങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യുകയാണ്, ഇതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷേ ആൾക്കാരെന്താണ്, ശീലിച്ചു പോയി, ഒരു കുട്ടി മതി എന്ന രീതി ശീലിച്ചു പോയി. അവർക്കിപ്പോൾ താല്പര്യമില്ല, സ്ത്രീകൾക്കും ആർക്കും രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ താല്പര്യമില്ല. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പക്ഷേ അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി കൺട്രോളിൽ നിന്ന് നമ്മൾ പോയിട്ടുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ന്യൂസിൽ കാണുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മൾ ബാക്ക് ടു നമ്മളുടെ ഡേറ്റയിലേക്ക് വരികയാണ്. ചില സംസ്ഥാനങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി പോപ്പുലേഷൻ, സെക്സ് റേഷ്യോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കണക്കുകളിൽ ഒന്നാമതും അവസാനവും നിൽക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. നോക്കൂ, സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ഏറ്റവും അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി കാണിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. നമ്മളിതിൻ്റെ ഡേറ്റയിലേക്ക് നമ്മൾ പിന്നീട് അഗൈൻ വരുന്നതായിരിക്കും. ഏറ്റവും അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി, എന്നാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഉള്ളിൽ എത്ര ആളുകളുണ്ട്, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള സംസ്ഥാനം ബീഹാറാകുന്നു. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ആളുകളുള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് എവിടെയാണ്, ബീഹാറിലാണ്. രണ്ടാമതാരാണ്, വെസ്റ്റ് ബംഗാളാണ്. മൂന്നാമത് നമ്മുടെ സ്വന്തം കേരളമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ മൂന്നാമത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ദ യൂണിയൻ ടെറിട്ടറി വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ ഏതാണ്, ലക്ഷദ്വീപാണ് യൂണിയൻ ടെറിട്ടറി വിത്ത് ലീസ്റ്റ്, ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത്. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ആർക്കും സംശയമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു, UP ആണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിമാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, യൂണിയൻ ടെറിട്ടറി വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷനാണ് ലക്ഷദ്വീപ്, സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷനാണ് സിക്കിം. രണ്ടും മാറിപ്പോരുത്. ഇനി സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഏതാണ്, നമുക്കറിയാം കേരളമാണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഏതാണ്, ഹരിയാനയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഹരിയാനയാണ് സെക്സ് റേഷ്യോയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആൾ. അത് കഴിഞ്ഞിട്ട് ഹരിയാനയിൽ വളരെ കാര്യമായിട്ട് ഈ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഹരിയാനയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പ്ലാനുകൾ പോലെ തന്നെ കുറേയധികം പ്ലാനുകൾ ഹരിയാനയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹരിയാനയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹരിയാനയിൽ പതുക്കെ ഓരോ വർഷം കഴിഞ്ഞ് നോക്കുന്തോറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ റേഷ്യോ മാറി വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ രാജ്യം മൊത്തം നോക്കുന്ന സമയത്ത് ഹരിയാനയാണ് ഏറ്റവും ബാക്കിൽ കിടക്കുന്നത്. ഇനി സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് നമുക്കറിയാം കേരളമാണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ബീഹാറാണ്. അപ്പോൾ ഈ പട്ടിക നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്കൊക്കെ ഇതിൽ ചില ഭൂരിഭാഗം കാര്യങ്ങളും കൂട്ടുകാർക്ക് വളരെ അറിയുന്നതായിരിക്കും. പക്ഷേ ഇതെന്ത് ചെയ്യാറുണ്ട്, വളരെ കാഷ്വലായിട്ട് ഒരു ചോദ്യം ഇതിന്നൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇട്ടിട്ട് ചില സെഷനുകൾ പല എക്സാമുകളും കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് അറിയാതിരിക്കരുത്, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സെൻസസിലെ ദ ഹയസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആണ്. അതായത് സെൻസസ് കമ്മീഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്, മിനിസ്റ്റർ ഓഫ് ഹോം അല്ലേ, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അടിയിലുള്ള ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹയസ്റ്റ് പോസ്റ്റ്. 2011 സെൻസസ് കഴിഞ്ഞപ്പോൾ 121 കോടി ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇത് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ഓഫ് വേൾഡ് പോപ്പുലേഷനാണ് എന്ന് ചോദിക്കാറുണ്ട്. എത്രയാണ്, 17.5% ഓഫ് ദ പോപ്പുലേഷനാണ്. 17.5% ഓഫ് ദ പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷനാണ് ഇന്ത്യയുടെ 121 കോടി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക, കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 2001 മുതൽ 2011 വരെയുള്ള കാലഘട്ടം എടുക്കുമ്പോൾ 17.7% ഇൻക്രീസ് ഇൻ പോപ്പുലേഷനാണ് നമ്മുടെ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് കാര്യമായിട്ടുള്ളൊരു ഇൻക്രീസ് തന്നെയാണ് അല്ലേ. പക്ഷേ അതിനു മുമ്പ് 1991 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് 21.5% അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് 4% എന്ത് ചെയ്തിട്ടുണ്ട്, ആ വളർച്ചയുടെ റേറ്റ് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം.
മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതെന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ നമ്മൾ 17.7% എന്താണ് ആളുകൾ കൂടിയെന്ന് പറഞ്ഞില്ലേ? ഇതിൽ 90.97 മില്യൺ ആണുങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കൂടിയത്. പക്ഷേ അതിൽ നിന്നും കുറച്ചുകൂടി കൂടിയിട്ട് 90.99 മില്യൺ ഫീമെയിൽസ് ആയിരുന്നു ഈ 17.7%ത്തിലേക്ക് എന്ത് ചെയ്തത്, എത്തിച്ചത്. അതിനർത്ഥം എന്താ? ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഫീമെയിൽസ് ആണ് ഈ എന്താ പറയുക ഇൻക്രീസ്ഡ് ജനസംഖ്യയിലെ കൂടുതൽ പെർസെൻറ്റേജ് ആണ് ഫീമെയിൽസ് ആണ്. അതായത് നമ്മൾ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരുപാട് എന്താ പറയുക പ്ലാനുകൾക്കും പ്രോസസ്സുകൾക്കും നടത്തി വരുന്നിട്ടുള്ള ആളുകളുടെ ഇടയിൽ കൊണ്ടുവരുന്ന വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു ഗുണമുണ്ടാകുന്നുണ്ട്. അതായത് സെലക്റ്റീവായിട്ടുള്ള അബോർഷൻസ്, പെൺകുട്ടിയാണെങ്കിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് കൊന്നുകളയുക, അത്തരത്തിലുള്ള രീതികൾ മാറി തുടങ്ങുന്നുണ്ട് എന്നതിൻ്റെ ഒരു എന്താണ് ഒരു സൂചന തന്നെയാണ് ഈ ഒരു ഡേറ്റ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് ഏതാണ്? ഈ ജനസംഖ്യ ഉണ്ടല്ലോ 121 കോടി എന്ന് പറയുന്നതിൽ എത്ര പെർസെൻറ്റേജ് അർബൻ ഏരിയകളിൽ, നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നു, എത്ര പേര് റൂറൽ ഏരിയകളിൽ ജീവിക്കുന്നു എന്നതൊരു കാര്യമാണ്. നോക്കൂ, അർബൻ ഏരിയയിൽ ഇതൊക്കെ നമ്മളിപ്പോൾ ഏതിൻ്റെ കണക്കാണ് പറയുന്നത്? 2011 കണക്കാണ്. മനസ്സിലാണ്ടോ? അതായത് നമ്മൾ അത് കഴിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 13 വർഷം കഴിഞ്ഞിട്ട് ഈ പെർസെൻറ്റേജ് ഒക്കെ മാറിയിരിക്കും. പക്ഷേ ചോദ്യം 2011 സെൻസസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ധാരാളമായി വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഡേറ്റകൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 31.2% ആളുകൾ അർബൻ ഏരിയകളിലായിരുന്നു. 68.8% ആളുകൾ എവിടെയാണ്? റൂറൽ ഏരിയകളിൽ, ഗ്രാമപ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ അർബൻ വേഴ്സസ് റൂറൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കൂട്ടുകാർ? അപ്പോൾ ചോദിക്കുക, 2011 സെൻസസ് പ്രകാരം വാട്ട് പെർസെൻറ്റ് ഓഫ് പോപ്പുലേഷൻ, എന്താണ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ 2011 സെൻസസ് പ്രകാരം ലീവ്സ് ഇൻ അർബൻ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 എന്താ പറയുന്നത്, ഒരു പ്രകാരം നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട് കൂട്ടുകാർ? അത് 31.2 എന്ന് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചോദ്യം നോക്കിയിട്ട് വേണം കൂട്ടുകാർ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു 31 എന്താ പറയുക 0.2 എന്ന് പറയുന്നത് നിലവിൽ ഏതാണ്ട് 35% അടുത്തിലേക്ക് കൂടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുള്ള കണക്കുകളുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അർബനൈസേഷൻ എന്ന തലത്തിലേക്ക് നമ്മൾ ഡേറ്റകൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനൊരു ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള സെൻസസ് ഡേറ്റ നമുക്ക് എപ്പോഴേ ഏത് ഡേറ്റയെ നമ്മുടെ കയ്യിലുള്ളൂ? നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴാണ്? ഈ ഒരു 2011 അതുകൊണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എറൗണ്ട് എത്രയാണ് 31% ചുറ്റുമുള്ളൊരു കാര്യം അർബൻ ഏരിയയിൽ കഴിയുന്നു എന്ന കാര്യം കൂട്ടുകാർ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? ഇനി ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് റൂറൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതായത് ഒരു സംസ്ഥാനം എടുക്കുന്നു, ആ സംസ്ഥാനത്തിൽ എന്താണ് ഏറ്റവും അധികം പെർസെൻറ്റേജ് ജനങ്ങൾ റൂറൽ പോപ്പുലേഷനിൽ കഴിയുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ് എന്ന കാര്യം എന്ന് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെപ്പറേറ്റ് ഈ നമ്മുടെ സെൻസസ് നമ്മൾ എന്താ പറയുക കണക്കാക്കുമ്പോൾ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഡേറ്റകൾ കിട്ടും. അതിലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചില ഡേറ്റകൾ നമ്മൾ കണക്കാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് കാണാനായിട്ട് പോകുന്നത്. എന്താണ് പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നമുക്ക് കാണുന്നത്? മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ്, ഏറ്റവും അധികം എന്താ പറയുക ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനങ്ങൾ. UP 20 കോടിയാണ്, മഹാരാഷ്ട്ര 2ാം സ്ഥാനത്ത് 11 കോടി, ബീഹാർ 10 കോടി. UP ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, UPയെ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് പ്രഖ്യാപിച്ച ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 8ാമതോ 10ാമതോ അങ്ങനെ എന്തോ സ്ഥാനത്ത് വരുമത്രേ ലോകത്തിലെ രാജ്യങ്ങളിൽ UP. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? UPയെ സെപ്പറേറ്റ് ചെയ്തിട്ടൊരു പ്രത്യേക രാജ്യമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്താണ്, UP ഇപ്പോൾ സെപ്പറേറ്റ് ഒരു രാജ്യമാണ്, എന്നിട്ട് മൊത്തം ജനസംഖ്യയുടെ കണക്കിങ്ങനെ എടുത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ UP അതിൽ 8ാമതോ 10ാമതോ മറ്റേ ആവും അത്രേ. മനസ്സിലാവുന്നുണ്ടോ? അത്രയധികം ജനങ്ങളാണ് UPയിലുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്താ പറയുക ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കൊരു മുന്നേറ്റം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഏതായിരുന്നു? UPയിലെയും മഹാരാഷ്ട്രയിലെയും ആവശ്യത്തിന് സീറ്റുകൾ BJP നേതൃത്വത്തിലുള്ള NDAക്ക് കിട്ടിയില്ല.
അതോടുകൂടിയിട്ടാണ് ഇലക്ഷൻ അവർ വിചാരിച്ചതിൻ്റെ റിസൾട്ട് നേരെ തിരിഞ്ഞത്. മനസ്സിലാവുന്ന കൂട്ടർക്ക്. എങ്ങാനും ബീഹാറിൽ പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഒപ്പം ചേർന്നിട്ട് അവർ മത്സരിച്ചത് കാരണം എന്ത് ചെയ്തു, ബീഹാറിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി. ബീഹാർ കൂടി ചെരിഞ്ഞിരിക്കും ആലോചിച്ച് നോക്കൂ. യു പിയും മഹാരാഷ്ട്രയും ഒന്ന് എന്താണ് തിരിഞ്ഞോട് കൂടിയിട്ട് എന്ത് ചെയ്തു, മൊത്തം നമ്മൾ വിചാരിച്ച എണ്ണത്തിൽ നിന്ന് മൊത്തം മാറി. ബീഹാറും കൂടി തിരിഞ്ഞിരുന്നെങ്കിൽ മൊത്തം ഇലക്ഷൻ റിസൾട്ടേ മാറിയേനെ ചിലപ്പോൾ. മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ജനസംഖ്യയും നമ്മളിനി പറയാൻ പോകുന്ന ഡീലിമിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നോക്കൂ, 2 സംസ്ഥാനങ്ങളിൽ സീറ്റ് മാറിയപ്പോൾ ഭരണം മൊത്തത്തിൽ എന്ത് ചെയ്തു, മാറാനുള്ളൊരു രീതിയിലേക്ക് പോയി. 3 കൂടി മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭരണം തന്നെ മാറിയേനെ. അപ്പോൾ ഇതാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന ഡീലിമിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളിലും പല ആളുകളും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകം എന്ത് ചെയ്യുന്നു, ഉയർത്തി കാണിക്കുന്നത്. ജനസംഖ്യ മാത്രമായിട്ട് ലോക്സഭയിൽ സീറ്റുകൾ നിശ്ചയിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളുടെയും എന്താ പറയുക, വോട്ടിങ് ഒരു വിഷയമേ അല്ലാതായിട്ട് മാറുന്ന പോലെ എന്താണ് ഇലക്ഷൻ മാറുന്നു എന്നൊക്കെയുള്ള പരാതികൾ. അതിലേക്ക് നമുക്ക് വരാം. നോക്കൂ, മോസ്റ്റ് പോപ്പുലേറ്റഡ് യൂണിയൻ ടെറിട്ടറി ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത്? ഡൽഹിയാണ്. 1.67 crores ആളുകൾ അവിടെ ഉണ്ട്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? സിക്കിം 6 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ. മിസോറാം 10 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ. ലീസ്റ്റ് പോപ്പുലേറ്റഡ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപാണ്. 64,000 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ്റെ കണക്കിൽ ഏറ്റവും അധികമുള്ള ആളുകൾ, ഏറ്റവും കുറവുള്ള ആളുകൾ, അതിൽ തന്നെ കൂടുതലുള്ള സ്റ്റേറ്റ്സ്, കുറവുള്ള സ്റ്റേറ്റ്സ്, കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി, എന്താ പറയുക കുറവുള്ള യൂണിയൻ ടെറിട്ടറി എന്നീ തലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ്. എന്താണ് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ്? കഴിഞ്ഞ 10% പോപ്പുലേഷൻ ഗ്രോത്ത് തലം നമ്മൾ നോക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും അധികം ഗ്രോത്ത് കാണിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ആരാണ് ഏറ്റവും കുറവ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, സ്റ്റേറ്റ്സ് വിത്ത് ഹയ്യസ്റ്റ് ഗ്രോത്ത് റേറ്റ്, അതായത് നിലവിലുള്ള പോപ്പുലേഷനിൽ നിന്നും ഹയ്യസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ. മേഘാലയ എത്രയാണ്? 27.9% പ്ലസ്, കണ്ടോ, കൂടിയിരിക്കുന്നു. അരുണാചൽ പ്രദേശ് എങ്ങനെയാണ്? 26% ജനസംഖ്യയിൽ വർധനവ് കാണിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് നോക്കുന്ന സമയത്ത്, ഇത് യൂണിയൻ ടെറിട്ടറീസ് അല്ല കേട്ടോ, ഇത് സംസ്ഥാനങ്ങളാണ്. സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണത്. സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ്, ഇത് എന്തോ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് നോക്കുന്ന സമയത്ത് നാഗാലാൻഡ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത്. നാഗാലാൻഡ് സംസ്ഥാനം നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്. കേരളമാണ് പിന്നീട് വരുന്നത്. അതെത്രയാണ്? 4.9% ഗ്രോത്ത് മാത്രമേ കേരളം കാണിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അത് ആലോചിക്കുക. ഇനി ഇത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുന്നുണ്ട, ലെഫ്റ്റ് സൈഡ് പ്രിൻറ്റിങ് എറർ വന്നിരിക്കുകയാണ്. ഇവിടെ എന്താണ്? ഇവിടെ പറയുന്നത് ഏറ്റവും അധികം ഹയ്യസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിച്ചിട്ടുള്ള യൂണിയൻ ടെറിട്ടറി. ആദ്യത്തെ 2 സ്റ്റേറ്റ്സ് ആണ്. ആദ്യം ഹയ്യസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള സ്റ്റേറ്റ്സ്, പിന്നെ ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള സ്റ്റേറ്റ്സ്. ഇത് രണ്ടുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹയ്യസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന യൂണിയൻ ടെറിട്ടറി ഏതാണ്? ദാദ്ര ആൻഡ് നഗർ ഹവേലിയാണ്. പ്ലസ് 55.9% ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി യൂണിയൻ ടെറിട്ടറി അത് തന്നെ എങ്ങനെയാണ്? വിത്ത് ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. അവിടെ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് നമുക്ക് കാണുന്നത്. -6.3% ആണ് അവിടുത്തെ ഗ്രോത്ത് റേറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾ, ഇത് രണ്ടും സംസ്ഥാനങ്ങളുടെ കാര്യമാണ്, ഇത് രണ്ടും യൂണിയൻ ടെറിട്ടറികളുടെ കാര്യമാണ്. യൂണിയൻ ടെറിട്ടറികളിലെ ഹയ്യസ്റ്റ് ഗ്രോത്ത്, ലോവസ്റ്റ് ഗ്രോത്ത്, സ്റ്റേറ്റുകളിലെ ഹയ്യസ്റ്റ് ഗ്രോത്ത്, ലോവസ്റ്റ് ഗ്രോത്ത്. സംസ്ഥാനങ്ങളിൽ ഹയ്യസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നത് മേഘാലയയും അതിന് താഴെ അരുണാചൽ പ്രദേശുമാണ്. സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ്സിൽ ലോവസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നതിൽ നാഗാലാൻഡും പിന്നെ കേരളവുമാണ്. യൂണിയൻ ടെറിട്ടറികളിൽ ഹയ്യസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് ദാദ്ര നഗർ ഹവേലിയാണ്. യൂണിയൻ ടെറിട്ടറികളിൽ ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് ലക്ഷദ്വീപാണ്. ഇതിൽ ലക്ഷദ്വീപിലും അതുപോലെ തന്നെ നാഗാലാൻഡിലും നെഗറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് എന്ന കാര്യം കൂടി കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ആ ഭാഗം ക്ലീനായി എന്ന് വിചാരിക്കുന്നു. പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് പോകാം. പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്റ്റേറ്റ്സ് വിത്ത് ഹയ്യസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഏതാണ്? സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി കാണിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ബീഹാറാണ് 1ാം സ്ഥാനത്ത്. 1106 അവരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി. വെസ്റ്റ് ബംഗാൾ തൊട്ടടുത്ത്, ഇത് ബെസ്റ്റ് അല്ല, വെസ്റ്റ് ബംഗാൾ
തൊട്ടടുത്ത സ്ഥാനത്തുണ്ട് 1028 അതിനും താഴെ 860 റേറ്റുമായിട്ട് 3-ാം സ്ഥാനത്ത് ആരാണ് കിടക്കുന്നത്? കേരളം കിടക്കുന്നത്. കേരള അല്ല, കേരളം. നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് കേരളമാക്കാൻ, അപ്പോൾ നമുക്കും കേരളം എന്ന് പറയാം. കേരളം 3-ാം സ്ഥാനത്ത് കിടക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് സംസ്ഥാനങ്ങളുടെ കാര്യമാണ്, സ്റ്റേറ്റ്സ്. ഇനി സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശാണ് ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. അതിന് മുകളിലായിട്ട് മിസോറാം ഉണ്ട് 52. ഇനി സ്റ്റേറ്റ്സിൻ്റെ രണ്ടും നമ്മൾ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റിയും ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റിയും കണ്ടില്ലേ. ഇനി നമുക്ക് യൂണിയൻ ടെറിട്ടറികളുടെ കഥ നോക്കാം. യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡൽഹിയാണ്. ഇത് എത്രയാണ് നോക്കൂ നിങ്ങളൊന്ന്, 11,320. അത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആണ് ഡൽഹി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 11,320 യൂണിയൻ ടെറിട്ടറി ഡൽഹി, അതാണ് ഹയ്യസ്റ്റ്. ലോവസ്റ്റ് ഏതായിരിക്കും? നമുക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളാണ്. 46 യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ, സെക്സ് റേഷ്യോ. അപ്പോൾ സെക്സ് റേഷ്യോ എന്താണ്? ഇത്ര ആണുങ്ങൾക്ക് എത്ര പെണ്ണുങ്ങൾ എന്നതാണ് കാര്യം. കേരളം നോക്കൂ, 1000 ആണുങ്ങളുണ്ടെങ്കിൽ അതിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എന്നതാണ് എന്ത് ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് നമുക്ക് സെക്സ് റേഷ്യോയിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ സെക്സ് റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെക്സ് റേഷ്യോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, സെക്സ് റേഷ്യോ എത്രയാണ് എന്ന് നമുക്ക് എന്താണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അതായത് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റും സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ടോ. ഇനി റീജിയണലായിട്ട് എങ്ങനെ കൂടുന്നു? ഇന്ത്യ മൊത്തം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് ഇപ്പോൾ സദേൺ സ്റ്റേറ്റ്സിന് നല്ല ഹൈ ലെവൽ ഓഫ് എന്താ പറയുക സെക്സ് റേഷ്യോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അപ്പുറത്ത് ബാലൻസ് ചെയ്യും ചിലപ്പോൾ. അങ്ങനെ പാടില്ല. അപ്പോൾ നമുക്ക് മൊത്തം അറിയണം. അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളം 1000 പുരുഷന്മാരിൽ 1084 പേരാരാണ്? സ്ത്രീകളാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇവിടെ 1000-ന് മുകളിലാണത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട് 996. ഇനി സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ നോക്കുമ്പോൾ ഹരിയാന 879 കിടക്കുന്നത്. എവിടെയാണ് കിടക്കുന്നത്? 879 കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജമ്മു ആൻഡ് കാശ്മീർ 889. അപ്പോൾ സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോയിൽ ഹരിയാനയാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് 889 ജമ്മു ആൻഡ് കാശ്മീർ കിടക്കുന്നുണ്ട്. ഇനി യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് സെക്സ് റേഷ്യോ എത്രയാണ്? അത് പുതുച്ചേരിയാണ് 1037. അത്രയും ചെറിയ സ്ഥലമായിട്ടുള്ള പുതുച്ചേരിയേക്കാളും മുകളിലാണ് ആര് കിടക്കുന്നത്? കേരളം കിടക്കുന്നത്, വലിയൊരു സംസ്ഥാനമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി യൂണിയൻ ടെറിട്ടറി വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ എവിടെയാണ്? അത് ദാമൻ ദിയു ആണ് 618. അതാകട്ടെ ഹരിയാനയേക്കാളും താഴെയാണ് കിടക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെക്സ് റേഷ്യോ എത്രയായിരുന്നു? നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 940. എത്രയായിരുന്നു? 940. ഇത് 2011 സെൻസസ് ഡേറ്റയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇടയിലിടയിൽ എന്ത് നടക്കാറുണ്ട്? നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഒക്കെ നടക്കാറുണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ വേറെയുള്ള കണക്കുകളൊക്കെ വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2011 ഡേറ്റയാണ്. അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ഫീമെയിൽസിൻ്റെ എന്താ പറയുക റേറ്റ് എന്ന് പറയുന്നത് എന്തായി? അത് 1000 കടന്ന് 1020 പോയിട്ടുണ്ട് എന്നാണ് പുതിയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റൂറൽ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇമ്പ്രൂവ് ആവുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ 940 എന്ന് പറഞ്ഞില്ലേ, അത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019 എടുത്ത് നോക്കുന്ന സമയത്ത് ഈ എണ്ണം ഇപ്പോൾ നമുക്ക് എത്രയായിട്ടുണ്ട്? 1020 ആയിട്ടുണ്ട്. സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ 2011 കണക്കനുസരിച്ച് എത്രയാണ്? അത് ഇവിടെയാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം തന്നെ 2011 സെൻസസിൻ്റെ കാര്യങ്ങൾ ഡേറ്റ അറിയലാണ്. ഇനി ലിറ്ററസി റേറ്റിലേക്ക് വരികയാണ്. ലിറ്ററസി റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ലിറ്ററസി റേറ്റ് പറയുന്ന ഓരോരോ സംസ്ഥാനങ്ങളുടെ കണക്ക് പറയുന്നതിനേക്കാളും മുന്നേ ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടുകാരോട് പറയാം. അതായത് 2001 64.8% എന്ന് പറയുന്ന ഓവറോളായിട്ടുള്ള ലിറ്ററസി റേറ്റിൽ നിന്നും ഏതാണ്ട് 73%-ലേക്ക് 2011 ആയപ്പോഴേക്കും നമ്മൾ വർദ്ധിച്ചിരുന്നു. അതായത് ഏതാണ്ട് 8% വർധനവ് ലിറ്ററസി റേറ്റിൽ രാജ്യത്തൊന്നാകെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇതിൽ പുരുഷന്മാർ മെയിൽസിൻ്റെ
എന്താ പറയുക ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 80.9%. മനസ്സിലാവുന്നുണ്ടോ? ഫീമെയിലിൻ്റെ എന്ന് പറയുന്നത് 64.6% ആയിരുന്നു. 64.6% ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, മെയിൽസ് 80 ഫീമെയിൽ 64, നല്ല കുറവാണ് ഫീമെയിലിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 2011 എടുത്ത് നോക്കുന്ന സമയത്ത് അതിനു മുമ്പുള്ള 10 വർഷത്തിൽ നിന്നും 10.9% വർധനമാണ് സ്ത്രീകളുടെ ലിറ്ററസി റേറ്റ് കാണിക്കുന്നത്. പുരുഷന്മാരുടേത് അതേ സമയത്ത് അത് 5.6% വർധനവ് കാണിക്കുന്നത്. അപ്പോൾ അതായത് എന്താ അർത്ഥം? നമ്മൾ നേരത്തെ കണ്ട പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ സ്ത്രീകൾ കയറി വരുന്നത് പോലെ തന്നെ ഫീമെയിൽ ലിറ്ററസിയിലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? പുരുഷന്മാരെക്കാളും കൂടിയ ഗ്രോത്ത് റേറ്റ് കാണിച്ച് മുകളിലോട്ട് കയറി വരുന്നുണ്ട് എന്ന കാര്യം കൂട്ടുകാരെന്ന് ചെയ്യുക, ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യേണ്ടതുണ്ട് കൂട്ടുകാർ? ഇപ്പോൾ ബീഹാറൊക്കെ പോലെയുള്ള സ്ഥലങ്ങളുണ്ടല്ലേ, ബീഹാറിലൊക്കെ സ്ത്രീകളുടെ എന്താ പറയുക, ബീഹാറിൽ ലിറ്ററസി വളരെ കുറവാണ്, നമ്മൾ കണ്ടിരുന്നു നേരത്തെ അല്ലേ. ബീഹാറിൽ ഏതാണ്ട് 47% നിന്നും 61.8%-ാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ലിറ്ററസി റേറ്റ് കൂട്ടിയത്. അതായത് ഏതാണ്ട് 14.8 പോയിൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? അവർ വർദ്ധിപ്പിച്ചത് ബീഹാർ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതൊക്കെ എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബീഹാർ കഴിഞ്ഞാൽ പിന്നെ ത്രിപുരയുണ്ട്. ത്രിപുര ഏതാണ്ട് 14 പോയിൻറ്റ്സ് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ത്രിപുര ഏതാണ്ട് 73% ഉണ്ടായിരുന്ന ത്രിപുര നിലവിൽ എത്രയാക്കിയിട്ടുണ്ട്? ഏതാണ്ട് 80 സംതിങ്. അതായത് നിങ്ങളിതുമായിട്ട് ചേർത്തിട്ട് വായിക്കുക. 80 എത്രയോ ശതമാനം, 14ഓളം പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ത്രിപുര എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ബീഹാർ, ത്രിപുര പോലെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലോവസ്റ്റ് റേറ്റിൽ നിന്നും വർദ്ധിച്ച റേറ്റിലേക്ക് എന്ത് ചെയ്യാണ്? വരാൻ വേണ്ടിയിട്ട് അവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് എന്ത് ചെയ്യുക? ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ആലോചിക്കുക. അതുപോലെ തന്നെ 2011 ലിറ്ററസി റേറ്റിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തമ്മിലുള്ള എന്താ പറയുക ലിറ്ററസി റേറ്റിൽ ഏറ്റവും അധികം വ്യത്യാസം ഉണ്ടായിരുന്ന സംസ്ഥാനം ഏതാ അറിയോ? രാജസ്ഥാനായിരുന്നു. ഏതാണ്? രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത്? പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തമ്മിലുള്ള ലിറ്ററസി റേറ്റിൽ ഏറ്റവും അധികം വ്യത്യാസം ഉണ്ടായിരുന്നത്. 27.1% വ്യത്യാസമാണ് മെയിൽ ഫീമെയിൽ തമ്മിലുള്ള ലിറ്ററസി റേറ്റിൽ രാജസ്ഥാനിലുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രാജസ്ഥാനിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഇടയിൽ ഏറ്റവും അധികം വ്യത്യാസമുള്ളത്. മെയിൽസിൻ്റെ കറക്റ്റ് പെർസെൻറ്റേജ് എനിക്ക് ഓർമ്മയില്ല. ഫീമെയിൽസ് ഏതാണ്ട് 27.1% താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അത് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ്സ് വിത്ത് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് നമുക്കറിയാം. കേരളമാണ് 1ാം സ്ഥാനത്ത്, മിസോറാം 2ാം സ്ഥാനത്ത് 91.2% ഉണ്ട്. ഇനി യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഏതാണ്? ലക്ഷദ്വീപാണ്. നമുക്കറിയാം കേരളവുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. 91.89% ലിറ്ററസി റേറ്റ് കാണിക്കുന്നു. സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്, വളരെ എന്താ പറയുക ലിറ്ററസി റേറ്റ് കുറഞ്ഞ സ്റ്റേറ്റുകൾ നോക്കുമ്പോൾ ബീഹാറാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. അരുണാചൽ പ്രദേശ് അതിന് തൊട്ട് മുകളിൽ, രാജസ്ഥാനാണ് അതിൻ്റെ തൊട്ട് മുകളിൽ. അപ്പോൾ ബീഹാറിൻ്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയിൽ കൂട്ടാർക്ക്. ബീഹാർ പക്ഷേ 47% നിന്ന് എത്രയാണ്? 14 എത്ര പോയിൻ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 8 അല്ലേ? 14.8 പോയിൻ്റ് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 61 കുതിച്ച് കയറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബീഹാർക്ക് എന്താണ്? നല്ല രീതിയിൽ എന്താണ് അത് ഓവർകം ചെയ്ത് വരുന്നുണ്ട് എന്ന് അർത്ഥം. ഇനി യൂണിയൻ ടെറിട്ടറി വിത്ത് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഏതാണ്? ദാദ്ര നഗർ ഹവേലിയാണ്. 76.2%. അപ്പോൾ ലിറ്ററസി റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും ഡേറ്റ എന്ന് വിചാരിക്കുകയാണ്. ഇനി കാറ്റഗറി വൈസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഹയസ്റ്റ് SC പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് SC പോപ്പുലേഷൻ ഉള്ളത് പഞ്ചാബിലാണ്. എന്താ വ്യത്യാസം? ഇത് മൊത്തത്തിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താ പറയുന്നത്? പെർസെൻറ്റേജ് ആണ്. മൊത്തം ആളുകളിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് SC പോപ്പുലേഷൻ ഉള്ളത് പഞ്ചാബ്, ടോട്ടൽ എണ്ണം എടുക്കുമ്പോൾ അത് ഉത്തർപ്രദേശ്. ഇനി ഹയസ്റ്റ് ST പോപ്പുലേഷൻ ഉള്ളത് മധ്യപ്രദേശിലാണ്. ഹയസ്റ്റ് ST പോപ്പുലേഷനുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഇവിടെ ഏതാണ്ട് 97% എന്താണ്? ST പോപ്പുലേഷനായി, ട്രൈബൽ പോപ്പുലേഷനായിട്ടാണ് ലക്ഷദ്വീപിനെ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ SC ST അതായത് കാറ്റഗറി വൈസ് പോപ്പുലേഷനും കൂട്ടുകാർക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ ഡീലിമിറ്റേഷൻ? നമുക്ക് എന്താണ് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ഡെഫിനേഷൻ വായിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ്
ഫിക്സിംഗ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ഫോർ ലോക്സഭ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അതായത് എം പിമാരെ തിരഞ്ഞെടുക്കുന്നതിനും എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നതിനും നമുക്ക് എന്തുണ്ട്, മണ്ഡലങ്ങളുണ്ട് അല്ലേ. എം പിമാരെ തിരഞ്ഞെടുക്കാനൊരു മണ്ഡലം ഉണ്ടാവും, എം എൽ എമാരെ തിരഞ്ഞെടുക്കാനുള്ളൊരു മണ്ഡലം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മണ്ഡലത്തിലുള്ള ആളുകളാണ് എം പിയെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നത്, ഈ മണ്ഡലത്തിലുള്ള ആളുകളാണ് എം എൽ എമാരെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനസംഖ്യ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. ഭരണഘടന എന്താ പറയുന്നത്? ഭരണഘടന പറയുന്നുണ്ട് നമ്മുടെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയും, അതായത് എം പിമാരെ തിരഞ്ഞെടുക്കാൻ, ഇപ്പോൾ ഈ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവും, ഇതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവും, ഇതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ചെറിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ പക്ഷേ ഇതിലൊക്കെയുള്ള എണ്ണം ഏതാണ്ട് ഒരുപോലെ ആകണം. ഇവിടത്തെ എണ്ണവും ഇവിടത്തെ എണ്ണവും ഇവിടത്തെ എണ്ണവും നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം, ഏതാണ്ട് കറക്റ്റ് ഒരേ നമ്പറാക്കാൻ ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ഏതാണ്ട് ഒരുപോലെ എണ്ണായി. അതായത് ഒരു എം പിക്ക് കിട്ടുന്ന എന്താ പറയുക ആളുകളുടെ എണ്ണം വോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എം പിക്കും ഈ എം പിക്കും ഈ എം പിക്കും ഒക്കെ ഏതാണ്ട് എങ്ങനെയായിരിക്കണം, അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ മണ്ഡലത്തിലെ ആളുകളുടെ എണ്ണം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 10 വർഷം കഴിഞ്ഞിട്ടും സെൻസസ് എടുക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം, ലോകസഭയിലേക്കുള്ള എന്തൊക്കെ നമ്മൾ മാറ്റി വരയ്ക്കണം, സീറ്റുകളുടെ എണ്ണവും മാറ്റണം, ബൗണ്ടറി മാറ്റണം. അതായത് ഇപ്പോൾ കേരളം ഇങ്ങനെ കിടക്കുന്നുണ്ട്, തമിഴ്നാട് കിടക്കുന്നുണ്ട്, കർണാടക കിടക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഇത് 3 മാത്രം എടുക്കുകയാണേ. മൊത്തം നമ്മുടെ ജനസംഖ്യ 100 എന്ന് വിചാരിക്കൂ. നൂറാണെന്ന് വിചാരിക്കും. ഏത് കൊല്ലം? 2000-ൽ 100. ഓക്കെ, 100. അപ്പോൾ അതിൽ 30 പേര് കേരളത്തിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? 45 പേര് എവിടെ നിന്നാണ്? നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ മൊത്തം എത്രയായി? 75ആയി. 25 പേര് കർണാടകയിൽ നിന്നാണെന്ന് വിചാരിക്കും. ഇതാണ് എന്തുള്ളത്, ജനസംഖ്യ 2000-ലുള്ളത്. 2010 ജനസംഖ്യ മൊത്തത്തിൽ എത്രയായി? 140 കൂടി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നോക്കുന്ന സമയത്ത് 40 പേര് കേരളത്തിൽ നിന്നാണ്. കേരളം എന്ത് ചെയ്തു, നമ്മളുടെ പോപ്പുലേഷൻ ഒന്ന് കൺട്രോൾ ചെയ്തു. അപ്പോൾ 40 പേര് കേരളത്തിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? തമിഴ്നാട്ടിൽ നിന്ന് എത്രയാണ്? 55 പേരുണ്ടെന്ന് വിചാരിക്കുക. എത്രയാണ്? 55 പേരുണ്ട്. അപ്പോൾ മൊത്തം എത്രയായി? രണ്ടും കൂടിയിട്ട് 95ആയി അല്ലേ. ബാക്കി 45 പേര് എവിടെ നിന്നാണ്? കർണാടകയിൽ നിന്നുമാണെന്ന് വിചാരിക്കുക. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, എണ്ണം മാറി അല്ലേ. എണ്ണം മാറിയല്ലോ കൂട്ടുകാർക്ക്. അപ്പോൾ ഇനി അപ്പോൾ ഇങ്ങനെ എണ്ണം മാറും എപ്പോൾ? ഈ രീതിയിൽ ഓരോ സെൻസസ് എടുക്കുമ്പോഴും. അപ്പോൾ ഈ മാറിയ എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ഈ സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റുകളുടെ എണ്ണം നമ്മൾ പുനർനിശ്ചയിക്കേണ്ടി വരും. കാരണം 543 സീറ്റുകൾ ഇപ്പോൾ ലോക്സഭയിൽ നിലവിലുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സംസ്ഥാനത്തു നിന്നും എത്ര ആളുകൾ ഇവിടേക്ക് വരണം എന്ന് നിശ്ചയിക്കണ്ടേ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? എം പിമാർക്ക് ഓരോരുത്തരും എന്ത് ചെയ്യണം, ഒരേ നമ്പർ ഓഫ് ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ജനസംഖ്യ കൂടിയ സംസ്ഥാനത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടും അല്ലേ. കേരളത്തിൽ ഇപ്പോൾ എത്രയാണ്? 4 കോടി ആളുകളുണ്ട്, യു പിയിൽ 20 കോടി ആളുകളുണ്ടെന്ന് വിചാരിക്കൂ കൂട്ടുകാർ അല്ലേ. എന്താ പറയുന്നത്? എം പിമാരെല്ലാവരും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈക്വൽ നമ്പർ ഓഫ് ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ കേരളത്തിന് 4 കോടിയുള്ള ആളുകൾക്ക്, ഞാൻ വെറുതെ പറയുകയാണ്, 4 എം പിമാരാണുള്ളതെന്നുണ്ടെങ്കിൽ 20 കോടിയുള്ള യു പിക്ക് 20 എം പിമാരെ കൊടുക്കണ്ടേ? ഒരേ എണ്ണം ആൾക്കാരെ എല്ലാ എം പിമാരും റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? മൊത്തം ജനസംഖ്യ നോക്കും, എന്നിട്ട് ലോക്സഭയിൽ എത്രത്തോളം സീറ്റുകൾ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കും. അതുപോലെ തന്നെ എന്താണ്, കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ബൗണ്ടറീസും അവരെന്ത് ചെയ്യും? മാറ്റിയിട്ട് വരയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് ലോക്സഭയിലേക്കും അവർ ചെയ്യും, ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കും അവർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനോടൊപ്പം മൊത്തം ജനസംഖ്യ എടുക്കുമ്പോൾ അവർക്ക് അറിയാം അല്ലേ, എത്ര ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, എത്ര ഷെഡ്യൂൾഡ് ട്രൈബുകളുണ്ട്. ഇവരുടെ പ്രപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? ലോക്സഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം അവർ റിസർവേഷനുള്ള സീറ്റുകളുടെ എണ്ണം മാറ്റം വരുത്തും. ഇതൊക്കെ ഡീലിമിറ്റേഷൻ നടക്കുമ്പോഴാണ് നടക്കുക. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു ആക്ട് ഓഫ് പാർലമെൻറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത്. എത്ര ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്? അത് പ്രത്യേകം ആലോചിക്കുക. 4 ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ UPSC എക്സാമിൻ്റെ പ്രിലിംസ് എക്സാമിൽ ചോദിച്ചിരുന്നു ഇത്, എത്ര ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചോദ്യമായിരുന്നു. എത്ര ഉണ്ട്? 4. 1952, 1963, 1973, 2002 എന്നിങ്ങനെ 4 ഡീലിമിറ്റേഷൻ കമ്മീഷനുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുവരേക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 1973 കഴിഞ്ഞിട്ട് പിന്നെ 2002 ഉണ്ടായിട്ടുള്ളത് അല്ലേ. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നം നമുക്കൊന്ന് മനസ്സിലാക്കാം.
കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞിരിക്കണം അറിയോ? അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ ഷുഡ് ബി ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം. 4 കോടിയുള്ള കേരളത്തിന് 4 സീറ്റ് കിട്ടിയാൽ 20 കോടിയുള്ള യു പിക്ക് 20 സീറ്റ് കിട്ടണം. കാരണം ഓരോ എം പിയും എങ്ങനെയാണ് ഈക്വൽ നമ്പർ ഓഫ് ജനങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഒരു കാര്യം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് കൂട്ടുകാർ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യ രൂപീകരിച്ച സമയം മുതൽ എന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം അല്ലേ? എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്? കാരണം പോപ്പുലേഷൻ കൺട്രോൾ ഇല്ലാണ്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് ഇല്ല അല്ലേ? റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ വേണം, പെട്രോൾ നമ്മൾ ഇറക്കുമതി ചെയ്യണം, അതിനനുസരിച്ച് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു? വിദ്യാഭ്യാസവും പോപ്പുലേഷൻ കൺട്രോളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം വിദ്യാഭ്യാസമുള്ള ആളുകളോട് എന്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. വിദ്യാഭ്യാസം, അതായത് ഇതൊരു നെക്സസ് ആണ് കൂട്ടുകാർ. അതായത് എഡ്യൂക്കേഷൻ, പോവർട്ടി, ദാരിദ്ര്യം, പോപ്പുലേഷൻ, ഇവ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. എഡ്യൂക്കേഷൻ പോവർട്ടിയിൽ നിന്ന് മറികടക്കാൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. പോവർട്ടി ഇല്ലാത്ത ഒരാളോട് നമ്മൾ പോയിട്ട് നിങ്ങൾ എന്താ പറയുക, ഈ ബർത്ത് കൺട്രോൾ ആയിട്ടുള്ള അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വിഷയങ്ങളെ എൻറ്റയർലി വേറെയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലാത്തത്, ദാരിദ്ര്യം കൂടുതൽ, ഇതെല്ലാം എന്തിലേക്ക് നയിക്കും? പോപ്പുലേഷൻ എക്സ്പാൻഷനിലേക്ക് നയിക്കും. ഇന്ത്യയുടെ മൊത്തം നോക്കുന്ന സമയത്ത് സദേൺ ഏരിയയിലുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. അവിടെ എഡ്യൂക്കേഷൻ കൂടുതലായിരുന്നു, പോപ്പുലേഷൻ കൺട്രോൾഡ് ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? സദേൺ സ്റ്റേറ്റും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ പോപ്പുലേഷൻ കൺട്രോൾഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്സിൽ ഇത് കൺട്രോൾഡ് ആയിട്ട് വന്നതോടു കൂടിയിട്ട് 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. 1972 ആയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ സദേൺ സ്റ്റേറ്റ്സ് അവരുടെ കൺസേൺ പറയാൻ തുടങ്ങി. കാരണം 52, 62, 72 അടുത്ത ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുമ്പോൾ, ഓരോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സദേൺ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷൻ അവർ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് സദേൺ സ്റ്റേറ്റ്സ് ഇത് ചെയ്യുന്നത്. പക്ഷേ നോർത്തേൺ സ്റ്റേറ്റ്സോ അവിടെ ഇപ്പോഴും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ 100 സീറ്റിൽ 45 സീറ്റ് സദേൺ സ്റ്റേറ്റുകൾക്കും 55 സീറ്റ് നോർത്തിലും ആയിരുന്നു എന്ന് വിചാരിക്കൂ. 1950 ആവുന്ന സമയത്ത് പോപ്പുലേഷൻ ഇവിടെ കൂടി. 30 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ കുറഞ്ഞിട്ട് 45, അതായത് ഇവിടുത്തെ എന്താ പറയുക ജനസംഖ്യ എന്ന് പറയുന്നത് എന്തായി? സദേൺ സ്റ്റേറ്റ്സിൽ വളരെയധികം കുറഞ്ഞു. സദേൺ സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു? വളരെയധികം കുറഞ്ഞു, താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അഗെയിൻ ഈ എണ്ണം അനുസരിച്ച് പുനർക്രമീകരിക്കുമ്പോൾ ഇപ്പോൾ എന്തായി? 65 സീറ്റ് ഇവിടെയും 35 സീറ്റും ഇവിടെയായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇനിയും ഇതേപോലെ 10 വർഷം കഴിയുമ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെ വെച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സദേൺ സ്റ്റേറ്റ്സിൻ്റെ സീറ്റ് വളരെ താഴത്തേക്ക് വരും. അവസാനം ഒന്ന് ആലോചിച്ച് നോക്കൂ, സദേൺ സ്റ്റേറ്റ്സിന് മൊത്തം 20 സീറ്റും നോർത്തേണിൽ ആ ഏരിയയിൽ മൊത്തത്തിൽ 80 സീറ്റുമൊക്കെ വരുന്ന, ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ്, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായെന്ന് വിചാരിക്കും കൂട്ടുകാർ. പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സദേൺ സ്റ്റേറ്റ്സിൽ വന്നിട്ട് ഇലക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിൻ്റെ ആവശ്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്? ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ആവശ്യത്തിന് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ഇവർ ജയിക്കും. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരരുത് എന്ന് കണ്ടുകിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 42ാമത് ഭരണഘടനാ ഭേദഗതിയോടുകൂടിയിട്ട് ഫ്രോസ് ചെയ്തു. ദേ ഫ്രോസ് ഓൾ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടിൽ 2000 വരേക്കും. ഇനി 1971 സെൻസസിൻ്റെ ലെവലിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മൾ സീറ്റുകളുടെ പുനർക്രമീകരണം നടത്തുകയുള്ളൂ എന്നെന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുകൊണ്ടാണ് ഇവിടെ 1973 എന്താ പറയുക ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് 2002 അടുത്ത ഡീലിമിറ്റേഷൻ കമ്മീഷനെ കാണുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതിന് കാരണം ഇതാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി 84 അടുത്ത ഭരണഘടനാ ഭേദഗതി വന്നു. 2001 എന്താണ്? റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇവിടെ എന്താ നടക്കുന്നത് കൂട്ടുകാരെ? ഇവിടെ സ്റ്റേറ്റ്സിൻ്റെ സീറ്റുകളുടെ നമ്പർ മാറ്റുന്നില്ല. സ്റ്റേറ്റ്സിൻ്റെ നമ്പർ ഓഫ് സീറ്റ്സ് മാറ്റുന്നില്ല. കേരളത്തിന് ഇപ്പോൾ എന്താ നിലവിൽ 20 ലോക്സഭാ സീറ്റ് ഉണ്ട് അല്ലേ? ഇതിലൊരു മാറ്റവും വരുത്തുന്നില്ല. പകരം എന്താണ്? ജസ്റ്റ് ഇൻറ്റേർണലായിട്ട് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്താ പറയുക പോപ്പുലേഷൻ്റെ എണ്ണം അനുസരിച്ച് മാറ്റി വരയ്ക്കൽ മാത്രം ചെയ്തു 1991 സെൻസസ് അനുസരിച്ച്. ശേഷം 2003 അടുത്ത ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. എന്ത് ചെയ്തു? 2001 സെൻസസ് അനുസരിച്ച് എന്ത് ചെയ്തു? മാറ്റം വരുത്തി. പക്ഷെ അപ്പോഴും സ്റ്റേറ്റ്സിനുള്ള നമ്പർ ഓഫ് സീറ്റ്സിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ 84ാമത് ഭരണഘടനാ ഭേദഗതി ഇല്ലേ, ഇതിലൊരു കാര്യം കൂടി പറഞ്ഞു.
2026, ഈ കൊല്ലം ഓർത്ത് വെച്ചോളൂ, 2026 ശേഷം, അതായത് നേരത്തെ 2001 വരെയല്ലേ പറഞ്ഞിരുന്നത്, അതിൻ്റെ ഒപ്പം 25 വർഷം കൂടി അവർ ആഡ് ചെയ്തു. 2026 ശേഷം നടക്കുന്ന സെൻസസ് ഇല്ലേ, അതനുസരിച്ച് മതി ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോക്സഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം മാറ്റുന്നതും കോൺസ്റ്റിറ്റ്യുവൻസീസിൽ മാറ്റം വരുത്തുന്നതും എന്ന് ഈ 84ാമത് ഭരണഘടനാ ഭേദഗതിയും പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് മനസ്സിലായോ എന്താ സംഭവിച്ചതെന്ന്? അപ്പോൾ അതിനർത്ഥം എന്താ, 2026 ശേഷം ഇനിയൊരു സെൻസസ് നടക്കും. ആ സെൻസസ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെൻസസിന് ശേഷം ലോക്സഭാ സീറ്റുകൾ ഓരോ സ്റ്റേറ്റുകൾക്കുമുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം. ഇതാണ് നിലവിൽ സദേൺ സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യുന്നത്, വറി ചെയ്യുന്നത്. കാരണം നിലവിൽ എന്തായാലും സദേൺ സ്റ്റേറ്റ്സിൻ്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യും, വീണ്ടും താഴ്ത്തേക്ക് പോയിട്ടുണ്ടാകും. നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ നോക്കുന്ന സമയത്ത് പേഴ്സൻറ്റേജിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, അവർ തീർച്ചയായിട്ടും ഹയർ ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി മൊത്തമുള്ള സീറ്റുകളുടെ എണ്ണത്തിലൊരു മാറ്റം വരുത്തിയാൽ എന്താ പറയുക, നോർത്തേൺ ഏരിയ, ഇത് സദേൺ ഏരിയയിൽ നോക്കി നോർത്തേൺ ഏരിയകളിലേക്ക് എന്ത് ചെയ്യും, മൊത്തത്തിൽ എണ്ണം വല്ലാണ്ട കൂടുമോ? പാർലമെൻറ്റിൽ മൊത്തം സീറ്റ് നോക്കുമ്പോൾ ഒരു ബഹുഭൂരിപക്ഷം സീറ്റ്, ഇത്രയും ഒരു പെർസെൻറ്റേജ് നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് എങ്ങാനും പോയാൽ പിന്നെ ഈ ഒരു പ്രദേശത്തിലേക്ക് വന്നിട്ട് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാണ്ട പോകുമോ എന്നൊക്കെയുള്ള പേടിയാണ്. ഇതൊന്നും നടന്നിട്ടില്ല. ഈ പേടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ നടന്ന അമെൻമെൻറ്റുകളിൽ ഒന്നിലും എന്ത് മാറ്റം വരുത്തിയില്ല, ദർ ഈസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് സീറ്റ്സ് അലോട്ടഡ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോഴും കേരളത്തിനുള്ള 20 കേരളത്തിന് തന്നെയാണ്, തമിഴ്നാട്ടിലുള്ള 39 തമിഴ്നാട്ടിന് തന്നെയാണ്, UP 80 അല്ലേ, 80 തന്നെയാണ്. നമ്മുടെ പേടി എന്താ, സദേൺ സ്റ്റേറ്റിൻ്റെ പേടി എന്താ, ഇനി 2026 ശേഷം നടക്കുന്ന ഒരു സെൻസസ് ഉണ്ട് അല്ലേ, ആ സെൻസസ് ശരിക്കും എപ്പോഴാണ് നടക്കേണ്ടിയിരുന്നത്, 2031 നടക്കേണ്ടിയിരുന്നത്. പക്ഷേ 2021 കോവിഡ് കാരണം സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ ഈ സെൻസസ് 2026 ശേഷം നടത്തിയിട്ട് ഉടനെ ഒരു സീറ്റുകൾ മൊത്തം എണ്ണത്തിൽ മാറ്റം വരുത്താനൊക്കെയാണോ പ്ലാൻ എന്നൊക്കെയുള്ള സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഒരു എന്താ പറയുക, നമ്മളൊരു IASൻ്റെ സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ട്. ആ പേജിൽ ജസ്റ്റ് ഒരു ഏതാണ്ട് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ് ഞാൻ ഈ കൂട്ടുകാർക്ക് തന്നിട്ടുള്ളത്. എന്താ അത്, ഇഫ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഈസ് റീറ്റെയിൻഡ് അറ്റ് 540, ഇപ്പോൾ ലോക്സഭയിൽ 543 സീറ്റാണുള്ളത്. ഈ 543 എന്ന് പറയുന്ന സീറ്റിൻ്റെ എണ്ണം തന്നെ നിലനിർത്തിക്കൊണ്ട് 2026 ഒരു സെർട്ടൈൻ പോപ്പുലേഷൻ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാൻ പോകുന്ന പോപ്പുലേഷൻ നമ്മൾ ഏതാണ്ട് ഊഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ 543 സീറ്റിനെ എങ്ങനെയാണ് അപ്പോൾ ഡിവൈഡായിട്ട് പോവുക എന്നൊരു കണക്ക് ഏതാണ്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെന്താ, നിലവിലുള്ള സീറ്റുകളാണ്. ഇത് എന്താണ്, എത്ര സീറ്റുകളായിട്ട് അത് വർദ്ധിക്കും. UP എന്ത് ചെയ്യും, നിലവിലുള്ള 2026 ശേഷമുള്ള സെൻസസ് എടുത്തതിന് ശേഷം അപ്പോഴുള്ള പോപ്പുലേഷൻ അനുസരിച്ചിട്ട് സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയാൽ, അതായത് 543 എന്ന് പറയുന്ന നിലവിലെ ലോക്സഭാ സീറ്റിൻ്റെ എണ്ണം വെച്ചുകൊണ്ടൊരു മാറ്റം വരുത്തിയാൽ 80 എന്നുള്ള സീറ്റ് UP 91 ആവും. ബീഹാറിലെ 40 50 മാറും. ഇനി താഴത്തേക്ക് വന്ന് നോക്കൂ, കേരളത്തിനുള്ള 20 12 കുറയും. കേരളത്തിനുള്ള 20 12 കുറയും. ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും കൂടിയിട്ടുള്ള 42 34 കുറയും. തമിഴ്നാടിന് 39 31 കുറയും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്താ സംഭവിക്കുന്നതെന്ന്? കർണാടകയുടെ 28 26 കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പേടിയാണ് എന്ത് ചെയ്യുന്നത്, സദേൺ സ്റ്റേറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്തിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്, നിലവിലെ ലോക്സഭയുടെ സീറ്റിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ട്. ഏതാണ്ട് 848 സീറ്റായിട്ട്, അതായത് 543 എന്നുള്ളത് ലോക്സഭയിൽ 848 കൂട്ടും എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പുതിയ എന്താ പറയുക, അസംബ്ലി ലോക്സഭ നമ്മുടെ പാർലമെൻറ്റ് കെട്ടിടമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് അതിൻ്റെ എണ്ണങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോഴും എങ്ങനെയാണ് മാറുന്നത് നോക്കൂ. UP 80 നിന്നും 141 മാറും. ബീഹാറിൽ 40 നിന്ന് 79 കൂടും. അതായത് നെറ്റ് ഗെയിൻ ഇവിടെ തൊട്ടപ്പുറത്തുണ്ട്. 63 സീറ്റ് UP കൂടും, 39 സീറ്റ് ബീഹാറിന് കൂടും, രാജസ്ഥാൻ 25 സീറ്റ് കൂടും, MP 23 സീറ്റ് കൂടും. കേരളത്തിനോ കൂടുകയേയില്ല. ആന്ധ്രയും തെലങ്കാനയും കൂടിയിട്ട് 12 സീറ്റേ കൂടുള്ളൂ. തമിഴ്നാട് 10 സീറ്റേ കൂടുകയുള്ളൂ. കർണാടകയ്ക്ക് 13 സീറ്റേ കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രപ്പോർഷൻ നോക്കൂ കൂടുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഭൂരിപക്ഷം കിട്ടുന്നൊരു പാർട്ടിക്ക്, ഞാൻ BJP എന്ന് മാത്രം പറയുകയല്ല, കാരണം UP ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ BJPക്ക് ആണോ നേട്ടം ഉണ്ടായത്? അല്ല, എന്താണ്, ഇന്ത്യ മുന്നണിക്കാണ് നേട്ടം ഉണ്ടായത്. അപ്പോൾ ഏതൊരു പാർട്ടി ആവട്ടെ, BJP ആകട്ടെ, നാളെ ഇനി BJP തളർന്നാൽ കോൺഗ്രസ് വരട്ടെ, ആർക്കാണെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വലിയൊരു ഭൂരിപക്ഷം കിട്ടിയാൽ സദേൺ സ്റ്റേറ്റ്സിനെ വേണമെങ്കിൽ എന്താണ്, കുറച്ചൊക്കെ നടിക്കുമെന്ന് ഞാൻ പറയല്ല കേട്ടോ, നടിക്കാം. ആ രീതിയിലേക്ക് ഇത് പോവും. അപ്പോൾ ഇവിടെ ആരാണ് റിസീവിങ് എൻഡിൽ വരുന്നത്?
ഇവിടെ വരുന്നത് നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുകയാണ്, പോപ്പുലേഷൻ കുറയ്ക്കാനുള്ള നല്ല നടപടികൾ രാജ്യത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം അവർക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. ഇതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ഇനി സെൻസസ് എപ്പോഴാണെന്ന് അറിയണം നമുക്കടുത്തത്. ആ സെൻസസ് കഴിഞ്ഞതിന് ശേഷം ഡീലിമിറ്റേഷൻ നടത്തുമോ എന്നറിയണം. അതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇതിനൊക്കെയുള്ള മറുപടികൾ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ഷന് ശേഷം എന്ത് ചെയ്യുകയാണ്, ഈ ചർച്ചകളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് സെൻസസ് നടത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചില സമയത്ത് ചില സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ടല്ലോ. അതുകൊണ്ട് മാത്രം പറയുകയാണ്, നമ്മുടെ ഡെമോഗ്രഫിയുടെ അവസ്ഥ, എക്കണോമിക് ആക്ടിവിറ്റി, ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ഹൗസ് ഹോൾഡ് അമ്യൂണിറ്റീസ്, അർബനൈസേഷൻ ലെവൽ, ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, SC കമ്മ്യൂണിറ്റീസിൻ്റെ എണ്ണം, ലാംഗ്വേജ്, എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജുകൾ സംസാരിക്കുന്ന എത്ര പേര്, ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ചർച്ചകളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിശദമായിട്ട് ഓരോരോ ഡേറ്റകളും വെച്ച് കണ്ടിട്ടുണ്ട്. ഓരോ ഡേറ്റകളും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. കുറേ ഡേറ്റയുണ്ട് സെൻസസിൽ. അതിൽ ഏറ്റവും അധികം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമുക്കുള്ള ഫീഡ്ബാക്കുകൾ തരാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് നടത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നടത്തിയപ്പോഴാണ് നമ്മൾ ഈ ഇത്തരം ഡേറ്റ വേണം എന്ന് കൂട്ടുകാരെ പറഞ്ഞത്. അതുപോലെ എന്ത് ചെയ്യാം, നമ്മൾ എത്തിക്കാനായിട്ട് ഇൻഫോർമേഷൻസ് ശ്രദ്ധിക്കാം. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ്. മൈ നെയിം ഈസ് അപൂർവദാസ്, സൈനിങ് ഓഫ്. താങ്ക് യു.